നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോഹന നിങ്ങൾക്ക് 3 പേർക്കും കൂടി എന്നെ കൊല്ലാൻ പറ്റുമെന്ന്? മുൻപ് പ്രകാശിന്റെ പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങളെ കെട്ടിയിട്ടിട്ടല്ലേ കുറെ ഗുണ്ടകൾ എന്നെ തല്ലാൻ നോക്കിയത്? എന്നിട്ട് അവർക്ക് തല്ലാൻ പറ്റിയോ? അമ്മ നോക്കിയും കണ്ടൊക്കെ ഇരിക്ക്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോ ചെയ്തു പോവും. അവസാനം പുറത്തു വരുന്ന വാർത്ത പാവ അമ്മായിയമ്മേ ദുഷ്ടയായ മരുമകൾ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്നുള്ളതായിരിക്കും. പുറം ലോകം അറിയുന്നില്ലല്ലോ നിങ്ങളുടെ സ്വഭാവം. ഡീ, നീ ചിന്തിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയ കൊള്ളാന്നല്ലേ? എന്നെ കൊടുക്കാൻ അമ്മയെ തള്ളിയിട്ട് അത് എന്റെ തല കെട്ടിവെക്കാൻ ഇവള് മടിക്കില്ല. അമ്മ സൂക്ഷിച്ചോ. അമ്മ സൂക്ഷിച്ച അമ്മയ്ക്ക് കൊള്ളാം. അത് ഓർമ്മയിരിക്കട്ടെ. മൂന്നും കൂടെ ആരുമില്ലാത്ത നേരത്ത് കൊല്ലാൻ വന്നേക്കുന്നു. അമ്മ ഒന്ന് പോരാ. പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. കൈയുടെ പവറൊക്കെ കുറഞ്ഞു തുടങ്ങി. എന്താ ഒറ്റയ്ക്കൊന്ന് സംസാരിക്കുന്നേ? ആ, രണ്ടിനെയും കാണാനില്ലല്ലോ. എവിടെ ആയിരുന്നു? സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അതാണ് ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിക്കുക. നമ്മുടെ കൈക്കും തോറ്റി? ഓ, കൈക്കൊന്നുമില്ല, ഞാനും അടിച്ചു പൊളിക്കായിരുന്നു. എടാ, നീ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങ് പോന്നോ? ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. അതാ പ്രോഗ്രാം പകുതി വഴിക്ക് നിർത്തിയാ വന്നേ. എന്നെ കൂട്ടാതെ ഒറ്റക്ക് ടൂറിന് പോയല്ലേ? ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോയതല്ലേ. നീ ഇത് അമ്മയോട് പറയാൻ നിൽക്കല്ലേ. വേണ്ട, അമ്മയോടൊന്നും പറയണ്ട. എല്ലാം പുന്നാര ഏട്ടത്തിയോട് പറഞ്ഞാ മതി. മക്കളെ, നിങ്ങളൊരു ബ്രേക്ക് എടുത്തോ. ഇനിയിപ്പോ ഇവിടെ യുദ്ധമായിരിക്കും. പോരാട്ടം കഴിഞ്ഞ് ബാക്കി ഉണ്ടാ കാണാം. എവിടെ പോകുന്നു? അവിടെ നിന്നില്ലേ? നിങ്ങൾക്കത് എന്തേലും ഉണ്ട് എന്നോട് പറഞ്ഞാ? നിന്നോട് പറയാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും. ഞാനാണ് നിങ്ങളുടെ ഭാര്യ, അല്ലാതെ ഇവരല്ല. എന്തേലും ഉണ്ട് അപ്പ വിളിച്ച് പറയാൻ. അഞ്ജുവേ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാതടി. നീ ആദ്യം അവന് സമാധാനം കൊടുക്ക്. അപ്പൊ അവൻ താനെ നിന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇതെന്റെ എന്റെ ഭർത്താവിന്റെ കാര്യ. അതിലെന്തിനാ നിങ്ങൾ ഇടപെടുന്നേ? അത് ന്യായം. അത് നീ പറഞ്ഞ ന്യായം. ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, അതിൽ ഞാൻ എന്തിനാ ഇടപെടുന്നേ? നിങ്ങൾ പറഞ്ഞു തീർത്തോ, ഞാൻ പോയേക്കാം. പോകാൻ വരട്ടെ. എന്താ അമ്മ? പ്രകാശ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവളതിന്റെ ഏട്ടത്തിയാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഏട്ടത്തിയാ ഞാൻ കളിക്കേ ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്കൂടെ അത് തോന്നണം. അമ്മ ഇവളുടെ വാക്കേട്ട് തുള്ളാൻ നിൽക്കല്ലേ. അമ്മയ്ക്ക് അറിയാലോ, ഏട്ടത്തി ഇവിടെ കല്യാണം കഴിച്ച് വന്ന മുതൽ ഇവളെ ഞാൻ കെട്ടുന്നത് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഏട്ടത്തിയാ. ഇപ്പൊ കേട്ടൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. ഇനി ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞിരിക്കണ്ട. നിങ്ങൾ എല്ലാവരും കൂടി എന്തായി പറഞ്ഞു വരുന്നത്? അത്യപൂർവ സൗഹൃദങ്ങളാണെന്ന് പറഞ്ഞ് ഒരുത്തരുടെ കയറി ഇറങ്ങിയായിരുന്നല്ല അമ്പിളി. അവനിപ്പോ ഇവിടെ കാണാനില്ലല്ലോ.
അതുപോലെ കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്.